ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ കോഴിക്കോട് ബീച്ചിൽ നടത്തിയ ഓണം മെഗാമേള നിർത്താൻ ഉത്തരവിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഓണാഘോഷത്തിന് വേദിയൊരുക്കാനായി പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന സംവിധാനമില്ലാതാക്കിയത് നീതികേടാണെന്ന് CPI വിമർശിച്ചു. സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇതിലൂടെ പ്രതിഫലിച്ചതെന്നും നടത്തിപ്പ് ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വിട്ടു നൽകിയ നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. ഗവാസ് ആരോപിച്ചു. കോഴിക്കോട് ബീച്ചിൽ സാധാരണക്കാർക്കുൾപ്പെടെ ആശ്രയമായി നടത്തിവന്നിരുന്ന സപ്ലൈകോയുടെ ഓണം മെഗാമേള നേരത്തെ നിശ്ചയിച്ചതിലും 2 ദിവസം മുൻപ് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് ഇന്നലെയാണ് നിർത്തിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ നടത്താനായി സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടർ MS മാധവിക്കുട്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മേഖലാ മാനേജർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊടുന്നനെയുള്ള തീരുമാനം. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നതിനാൽ മേളയിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അതിനാൽ സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന മേള തുടരണമെന്ന് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് തന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞെങ്കിലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാത്ത സാഹചര്യമുണ്ടാകുമെന്ന് മറുപടി നൽകിയെന്നാണ് ആക്ഷേപമുയരുന്നത്. ഓണച്ചന്ത പൊളിക്കാൻ ഉത്തരവിട്ടതിലൂടെ പ്രകടമായത് ജില്ലാ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി P. ഗവാസ് ആരോപിച്ചു. മന്ത്രി തന്നെ ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാനാവാതിരുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ തലത്തിലുള്ള ഒരു ഏകോപനവും ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓണവുമായി ബന്ധപ്പെട്ട വാരാഘോഷങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഓണച്ചന്തകളും എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇവ രണ്ടും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ വിപുലമായ ആലോചനകൾ സർക്കാർ തലത്തിൽ ഉണ്ടാവാറുമുണ്ട്. ഈ വർഷം അത്തരം ആലോചനകളൊന്നും ഉണ്ടായില്ല. ഓണച്ചന്ത നടത്താൻ ബാധിതപ്പെട്ടവർ ഓണച്ചന്തയുമായി പോയി. ഓണാഘോഷം നടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടവർ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി. ഓണാഘോഷം ഓണച്ചന്തയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവില്ലാത്ത ജില്ലാ ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും രണ്ടും ഒരിടത്ത് തന്നെ കൊണ്ടുവെക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ പന്തലിൻ്റെ വലിപ്പം കൂട്ടാൻ പാവപ്പെട്ട മനുഷ്യരുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ UDF MLA-മാർക്ക് ആഘോഷത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തയെന്നും സാധാരണക്കാരന് അരിവാങ്ങാനുള്ള സംവിധാനത്തെക്കുറിച്ച് ചിന്തയില്ലെന്നും CPI നേതൃത്വം ആരോപിച്ചു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ബീച്ചിൽ നിർത്തലാക്കിയ സിവിൽ സപ്ലൈസ് ഓണം വിപണനമേള പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടെ കൊച്ചി ആസ്ഥാനമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന് കീഴിലുള്ള ഓണം മേളകൾ സംഘടിപ്പിക്കുന്നത് എന്ന ആരോപണവും CPI രാഷ്ട്രീയമായി ഉന്നയിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.